ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ നൈറ്റി നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള നൈറ്റി, അതുപോലെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുള്ള നൈറ്റി, ഇങ്ങനത്തെ നൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെറിയ കുട്ടികൾ നല്ല വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ടോപ്പ് അടിക്കാം. അതുപോലെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തട്ട് വരുന്ന ഉടുപ്പടിക്കുക, 1 തട്ട് വരുന്ന ഉടുപ്പടിക്കുക, പാവാട അടിക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ നൈറ്റി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു കസ്റ്റമർ തന്നാണ് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള നൈറ്റിയാണ്. ഈ നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പെറ്റിക്കോട്ട് അരഭാഗത്ത് നേറി വരുന്നൊരു ഉടുപ്പ്, എങ്ങനെയാണ് ഉടുപ്പ് പറഞ്ഞാൽ നോർമലി ആൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെറ്റിക്കോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. 14 ഇഞ്ചാണ് താഴെ നേറിയിടുന്ന ഭാഗത്തോട്ട് വേണ്ടത്. അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്തിട്ട് 16 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. 14 + 2 16 ഇഞ്ച്. അത് നമ്മളിത് അതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴെ ഭാഗത്തേക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തേക്ക് കുറച്ച് വീതി കൂടുതലും അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് വീതി കമ്മിയാണ്. ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് നോക്കിക്കോളട്ടോ, കാണാമല്ലോ. ഈ താഴെ വരുന്ന ഭാഗത്തോട്ട് കുറച്ച് വീതി കൂടുതലും മുകളിൽ വീതി കമ്മിയായിട്ടൊരു കോൺ ഷേപ്പിലാണ് അത് വരുന്നത്, കാണാമല്ലോ 2 സൈഡ്. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ചതുരത്തിൽ കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ വലിച്ചെടുക്കണ്ട കേട്ടോ. എല്ലാ നൈറ്റിയും ഞാൻ വലിക്കണ കണ്ടിട്ട് വലിക്കരുത്. ചിലപ്പോൾ അത് നേരെ ഉൾട്ട തിരിഞ്ഞ് ഡാമേജായി പോരും. എന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞ് കീറിപ്പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ചെക്ക് ചെയ്ത ശേഷം വലിച്ച് കീറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ചില തുണികളിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ വലിക്കുമ്പോൾ കറക്റ്റ് നീറ്റായിട്ട് കിട്ടും. എല്ലാ തുണിയിലും ഇങ്ങനെ കിട്ടൂല കേട്ടോ. ഇപ്പോൾ കാണാമല്ലേ താഴെ ഭാഗത്തേക്ക് നമുക്കൊരു കോൺ ഷേപ്പിൽ. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് ചതുരത്തിൽ തന്നെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലൊരു പെറ്റിക്കോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. നമുക്ക് താഴെ നേറിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2 പീസാണിത്. അതിനുശേഷം അത് മാറ്റി വെക്കുക. ഇനി ബാലൻസ് വരുന്ന തുണി, നമ്മൾ ഒരുപാട് തുണി അത് വേസ്റ്റ് ചെയ്ത് കളയരുത്. ഈ ഒരു ഫ്രണ്ടിലെ ഒരു പീസ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക്, നെന്നിൻ്റെയും വയറിൻ്റെയും ഭാഗത്തേക്കുള്ള പീസ് എടുക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം ശ്രമിച്ച് നോക്കുക. പെട്ടെന്ന് കട്ട് ചെയ്ത് തുണി ഒരുപാട് ഉണ്ടല്ലോ കരുതി കട്ട് ചെയ്തേ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതൊരു 7 വയസ്സിലെ കുട്ടിയുടെ പെറ്റിക്കോട്ടാണ് കേട്ടോ. ഒരു 8 വയസ്സിൽ 7 വയസ്സൊക്കെ വരുന്ന കുട്ടിയുടെ പെറ്റിക്കോട്ടാണ്. അപ്പോൾ അതാ ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ബാക്ക് പീസാണ് കേട്ടോ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാണ്ട്. ഇതിന് ചെറിയ ഡാമേജും വരുന്നുണ്ട്. ആ ഡാമേജ് ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുട്ടിക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കുള്ള പീസ് കിട്ടുമെന്നുള്ളതാണ് ചെക്ക് ചെയ്യണത്. ഇതുപോലെ മടക്കി വെച്ച് നോക്കുക. ആ ഡാമേജ് നമ്മൾ എന്താ പറയുക, ബാക്ക് ഓപ്പൺ ആണ്. ഏത് ഷെമ്മീസ് ആയാലും ഉടുപ്പായാലും കുട്ടികളെ സിപ്പോ അതല്ലെങ്കിൽ കുളത്തോ നമ്മൾ ബാക്കിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു ഡാമേജ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് കുളത്തിൻ്റെ പോർഷനായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എനിക്ക് ഹിപ്പ് ലെങ്ത്ത് വരേണ്ടത് എത്രയാണ് അറിയോ, 12 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 12 24 ഇഞ്ച് ആ തുണിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാക്ക് പീസ് വരുന്നുണ്ടല്ലോ അതിലൊരുപാട് തുണി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീസും കൂടെ താഴെ ഭാഗത്ത് നേറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം 16 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. ഇതുപോലെ 16 ഇഞ്ച് പോയിൻ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ മറ്റേ 2 പീസിൻ്റെ അത്ര വീതി ഈ പീസ് കിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ വയറിൻ്റെ പോർഷനിൽ നിന്നാണ് നമുക്ക് ആ ഒരു പീസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു വീതി നമുക്ക് കമ്മി വരും. എന്നാലും നമ്മൾ എന്താ പറയുക, ആ ഒരു പീസും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കുറച്ചും കൂടി നെറി കിട്ടും. ആ ഒരു പെറ്റിക്കോട്ടിന് കുറച്ചും കൂടി നെറി കിട്ടും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് 3 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 3 പീസ്. ഈ 3 പീസ് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുകയാണ്. ഇപ്പം നമുക്ക് നെറിക്കുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതായത് ഡാമേജ് ആയ പീസ് എടുത്ത ശേഷം നമ്മൾ ഇനി അതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് മാത്രം മടക്കിയിട്ട് നമുക്കിത് ഓരോ ഭാഗം പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഡാമേജ് വരുന്ന ഭാഗമൊക്കെ ശ്രദ്ധിക്കണം. 11 ഇഞ്ചാണ് നമ്മുടെ അരഭാഗം നേറി കൊടുക്കേണ്ട അതുവരെയല്ല നീളം എന്ന് പറയുന്നത്. 11 ഇഞ്ചാണ്. ഞാൻ പ്ലസ് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 12 ഇഞ്ച് പോയിൻ്റ് ചെയ്യുന്നുണ്ട് നീളം. ഇതുപോലെ 12 ഇഞ്ച് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് ഞാൻ കഴുത്ത് ഇറക്കാണ് കേട്ടോ. അതുപോലെ 2 ഇഞ്ച് കഴുത്തിൻ്റെ വീതി നെക്ക് വിടുത്താണ്. അതുപോലെ 3 ഇഞ്ച് അതല്ലെങ്കിൽ 2.5 ഇഞ്ച് 2 3 അതിൽ കൂടാൻ പാടില്ല കേട്ടോ. അത്
ഷോൾഡർ വിടുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ 4.5 ഇഞ്ച് ആം റൗണ്ടിൻ്റെ എടുക്കുകയാണ്. കൈയില്ലാത്ത ഉടുപ്പാണ് കേട്ടോ പെറ്റിക്കോട്ട്. ഇനി വേണമെങ്കിൽ കുഞ്ഞ് കൈയൊക്കെ കൊടുക്കുക, പക്ഷേ കൈയില്ലാത്തതാണ്. 6.5 ഇഞ്ച് നെന്നിൻ്റെ അളവ് എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വയറിൻ്റെ അളവ്. ചെസ്റ്റിൻ്റെ ഭാഗം 6.5 ഇഞ്ചും വയറിൻ്റെ ഭാഗം 6 ഇഞ്ചും. അതിനുശേഷം ഓരോ ഭാഗം നമ്മൾ ഷേപ്പും ലൈനും ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ, ഫ്രണ്ട് പോർഷൻ റൗണ്ട് നെക്കാണ്. അതുപോലെ കൈക്കുഴി. ഇപ്പം ഇത്രയും നമ്മൾ പോയിൻ്റ് ചെയ്ത് ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റ് അളവാണ്. ഈ വരച്ചത് എക്സ്ട്രാ തയ്യൽ തുമ്പാണ് കേട്ടോ, ഒരു 1.5 ഇഞ്ചിൽ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓരോ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പോർഷനിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നമുക്ക് എടുക്കാം കേട്ടോ. അത് നമ്മളെ ഇഷ്ടമാണ്, എത്ര ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതാ ഈ ഒരു ബാലൻസിന് ഡാമേജ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഞാൻ അതുപോലെ കീറിയെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കുക, ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിൽ സിബോ അതിലേക്ക് കുളത്തോ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ആ പോർഷൻ എന്തായാലും നമ്മളെ ബാക്ക് ഓപ്പൺ തന്നെ ആവും, കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യണ നേരത്തെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത ശേഷം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണത്. ഒരു കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, സിബൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ടൊക്കെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കണം കേട്ടോ, എന്നിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മളവിടെ മടക്കി കൊടുക്കുമ്പോൾ അതല്ലേ തയ്യൽ തുമ്പ് കുറച്ച് പോകുമ്പോൾ കഴുത്തൊന്നുകൂടി കുടുങ്ങി വരാൻ സാധ്യതയുണ്ട്. ആ 2 ഇഞ്ചിൽ 1.5 ഇഞ്ചിക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കറക്റ്റായിട്ട്. കാരണം ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല കറക്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പത്തിന് സമയം വൈകിപ്പോയി. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മളിതുപോലെ ആ ഒരളവിൽ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചിലത് അങ്ങനെയാണ്, നമ്മളൊക്കെ കറക്റ്റാണ് വിചാരിച്ചിട്ട് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അത് എഡിറ്റ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താവും അതുകൂടി കാണിക്കാനുണ്ടായിരുന്നു, ഇതും കൂടി കാണിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ മൈൻഡിൽ വരിക. അപ്പോഴത്തേന് സമയം വൈകിപ്പോയിട്ടുണ്ടാവും, കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ക്ലിയർ ചെയ്ത് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കാണല്ലോ 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് കഴുത്ത് എത്രയാണോ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് കഴുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ആ ഒരു പീസ് മാറ്റി വെച്ച ശേഷം ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൽ ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് ഇത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കാണാമല്ലേ നമ്മളെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് പീസ് നോക്കിയാൽ കാണാം 2 പീസായിട്ടാണ് വരുന്നത്. കാരണം നമുക്ക് ഇവിടെ സിബ് കൊടുക്കേണ്ടവർക്ക് സിബ് കൊടുക്കാം, അതല്ല കുളത്ത് കൊടുക്കേണ്ടവർക്ക് കുളത്ത് കൊടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മടക്കിയ പോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് അതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ച ശേഷം ഈ ഒരു കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ നമ്മൾ കൈക്കുഴി വരുന്ന ആ ഒരു പോർഷനിൽ 1 ഇഞ്ച് കയറ്റിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കയറ്റി ഇത് അതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ കുട്ടികളെ ഫ്രോക്ക് അടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തേക്കല്ല കേട്ടോ, കൈക്കുഴിയുടെ ഭാഗത്തോട്ട് ഇതുപോലെ 1 ഇഞ്ച് കയറ്റി ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതാ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി ഉടുപ്പിടുന്ന സമയത്ത് ചില സമയത്ത് താഴോട്ട് തൂങ്ങിയിട്ടാവും കിടക്കുക, 2 സൈഡ് താഴോട്ട് തൂങ്ങിയിട്ടാവും കിടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുക, 1 ഇഞ്ച് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് വന്ന പീസ് ഇതാ, ഈ ഒരു ബാലൻസ് വന്ന പീസിൽ നിന്ന് നമുക്ക് ബാക്കിലോട്ട് ഞാൻ പറഞ്ഞല്ലോ, സിബ് വേണ്ടവർക്ക് സിബ്, കുളത്ത് വേണ്ടവർക്ക് കുളത്ത് കൊടുക്കാനാണ് നമ്മൾ ആ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ സാധാ ബ്ലൗസ് കുളത്തില്ലേ അതുപോലത്തെ കുളത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസും കറക്റ്റ് ഒരു 1.5 ഇഞ്ച്, ഇനിയിപ്പോൾ അത് നമ്മളിഷ്ടമാണ് കേട്ടോ, ഒരു 3.5 ഇഞ്ചോ അതല്ല 2.5 ഇഞ്ചോ ഒക്കെ വരുന്ന ഒരു പീസ്. അതെന്താ ചോദിച്ചാൽ നമ്മൾ കുളത്തിടാൻ വേണ്ടിയിട്ടാണ്. അത് 2.5 ഇഞ്ചിൻ്റെ വേണമെങ്കിൽ എടുക്കാം, 3 ഇഞ്ചിൻ്റെ എടുക്കാം, 3.5 ഇഞ്ച്, അത് വീതി എത്ര ആയാലും കുഴപ്പമില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ.
എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ കുളത്തിടുമ്പോൾ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ശരീരം കാണും, കുട്ടികളുടെ ശരീരം കാണും, അങ്ങനത്തെ ഡോക്ടർക്ക് കുറച്ച് വീതി ആവശ്യമുള്ള ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇതുപോലെ ഇത് നമുക്ക് ബാക്കിൽ കെട്ടാല വള്ളിക്കാണ് കേട്ടോ. കുട്ടികളെ ബാക്കിൽ കെട്ടി കൊടുക്കുമല്ലോ ഉടുപ്പ് ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 3 ഇഞ്ചോ 2.5 ഇഞ്ചോ ഒക്കെ എടുത്താൽ മതി. നമുക്ക് എത്രയാണോ വീതി അതിനനുസരിച്ച് ഔട്ടാണ്. അതൊന്നും കറക്റ്റ് അളവ് പറയാത്ത, ചെറിയ വള്ളിയാലും കുഴപ്പമില്ല, നല്ല വീതിയിലെ വള്ളിയാലും കുഴപ്പമില്ല, വള്ളി വേണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ബാലൻസ് വരുന്ന ഇതിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ക്രോസ് പീസുകളാണ്. അത് നമുക്ക് കഴുത്തിനും വേണം, കയ്യിന്, കൈക്കുഴി, കൈയില്ലാത്ത കുപ്പായാണല്ലോ, ഉടുപ്പാണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കയ്യിനും കൂടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ആവശ്യമില്ല ക്രോസ് പീസ്, ഏകദേശം എത്രയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മളിത് അതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഇത്രയും തുണികളാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇപ്പോൾ അതായത് ബാലൻസ് വരുന്നത് കൈ, നൈറ്റിയുടെ കൈയൊക്കെ പിന്നെയും ബാലൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത് നോക്കാം. ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലൂടെ പറയാം. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ക്രോസ് പീസുകളൊക്കെ ഒന്ന് നമുക്ക് ആവശ്യമില്ല അത്രയും ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. എത്രയാണ് ആവശ്യം അതൊക്കെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എത്രണ്ണമാണ് ആവശ്യം എത്രണ്ണമാണ് ആവശ്യമില്ലാത്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറേ അങ്ങോട്ട് ഒരുമിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വള്ളി, ബാക്കിലോട്ട് കെട്ടാല വള്ളി, അത് 1 മിനിറ്റ് കേട്ടോ. ഇതുപോലെ ഒരു ചെരിച്ചിട്ട്, ഞാൻ ഈ ഒരു ഷേപ്പിലാണ്. ഇനി ചെരിവ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ചതുര ടൈപ്പാണ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാണ് കേട്ടോ. മോഡലാക്കേണ്ടത് നമ്മളിഷ്ടമാണ്, ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് മോഡലാക്കി കൊടുക്കാം. ഞാൻ അവിടെ ചെരിച്ചിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ വള്ളി ഇതുപോലെ വെച്ചിട്ട് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത്താണെന്നേ ഉള്ളൂ, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് ഒരു ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ പാടാൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനും പറ്റില്ല, കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതൽ. ഇനി ഇതുപോലെ ഒരു പെൻസിലോ പെന്നോ എന്താ കിട്ടിയിട്ടുള്ള വെച്ചാൽ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ നല്ല സൈഡിലോട്ട് കുത്തി തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു കോൺ പോയിൻ്റൊക്കെ നമ്മളിതാ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇതുപോലെ കാണാല്ലേ, കറക്റ്റായിട്ട് ആ കോൺ പോയിൻ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക, മാക്സിമം ലൈക്ക് ഇടുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഇനി ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ, ചുരിദാറോ ചില കുർത്തീസോ തുടങ്ങാൻ താല്പര്യമുണ്ട്, ഒരു ഐഡിയ കിട്ടുന്നില്ലാന്നുണ്ടെങ്കിലും മെസ്സേജ് വഴി അറിയിക്കുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ കുളത്ത് വെക്കുന്ന പോർഷൻ ഏതാണോ അവിടേക്ക് ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ പീസ്, 1.5 ഇഞ്ചിൻ്റെ അടുത്ത് പറയില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ടൈമായി, ചിലപ്പോൾ എൻ്റെ കണക്കാളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സിബ് കൊടുക്കുമ്പോൾ ഒരുപാട് തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി വെച്ച ശേഷം വേണം കേട്ടോ നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പൊക്കെ ഒരുപാട് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നെക്ക് വീതി ഒരുപാട് കമ്മി വരും. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ വൃത്തി തന്നെ പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഞാൻ ഒട്ടും തുമ്പില്ലാണ്ട് ലേശം തുമ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒട്ട് നെക്കിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം അതുപോലെ ഈ തുണിയിൽ നമ്മൾ മോളടി ഇട്ട് കൊടുക്കുകയാണ്. ബാലൻസ് വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാമല്ലേ, നല്ല ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇനി അത് ബാക്ക് സൈഡിലോട്ട് ഫസ്റ്റ് മടക്കി നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം രണ്ടാമത്തേത് ഇതുപോലെ മടക്കി കൊടുക്കുക. കുളത്ത് വെക്കാല ഭാഗമാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വീതി മതി. കുളത്ത് ഒരുപാട് വീതി ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു ഈ ഒരു മീഡിയം സൈസ് വീതിയൊക്കെ മതി. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്നൊക്കെ ഒന്ന് അപ്പം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇപ്പം നമുക്ക് കുളത്തിൻ്റെ പോർഷൻ അതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുളത്ത് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, വി കട്ട് വന്നിട്ട് നമ്മൾ കുളത്താനുള്ള ഒരു പോർഷൻ, അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് ആ ഒരു തുണിയുടെ നല്ല ഭാഗമാണ് ആ ബാക്ക് സൈഡിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക.
ഇനി നമുക്ക് തിരിച്ചിടുമ്പോൾ ബാക്ക് സൈഡിലോട്ട് ആ ഒരു തുണിയുടെ നല്ല സൈഡാണ് വരിക, കാണാമല്ലേ. ഇനി നല്ല സൈഡിലോട്ട് തുണി ഇടുമ്പോൾ ഈ തുണിയുടെ നമ്മൾ എക്സ്ട്രാ വെച്ച പീസിൻ്റെ ബാക്ക് സൈഡാണ് കാണുക. ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, വീതി എത്ര കൂടുതൽ എടുക്കണോ കമ്മി എടുക്കണോ അത് നമ്മളെ ഇഷ്ടമാണ്. ഇതുപോലെ ചെറിയൊരു വീതി മതി മടക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ഒരു പീസ് മതി. അതല്ല നല്ല വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഓരോ പോയിന്റ് 2.5 ഇഞ്ച് വെച്ചിട്ട് ഓരോ ഭാഗം പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ കുളത്തിടാനുള്ള ഓരോ ഭാഗമാണ് കേട്ടോ. ഇതുപോലെ ഒരു വി കട്ട് നമ്മൾ ഇട്ട് കൊടുക്കും, കാരണം അത് കുളത്താനുള്ളൊരു ഭാഗമായിട്ടാണ് വരിക. നല്ല വീതി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ വക്കൊന്ന് മടക്കി വെച്ചാൽ അത് എത്ര വീതി നമുക്ക് കിട്ടും. അതല്ല ഒരു നോർമൽ വീതി മതി എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ 2 മടക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടുത്തുനിന്ന് കണ്ടോളൂ കേട്ടോ വി കട്ട് കൊടുക്കണത്. ആ ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൂചി കുത്തി നിർത്തി തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ച് വീണ്ടും പോരുക. അതിനുശേഷം സൂചി കുത്തി നിർത്തി നമ്മളിതാ ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ വി ഷേപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര കുളത്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പോയിന്റ് ചെയ്യുക. അതിനുശേഷം അതുപോലെ ഫുള്ളായിട്ടൊരു വി കട്ട് ഇട്ട് കൊടുക്കുക. ഇനി വി കട്ട് അല്ലാണ്ട് കൈയോട്ട് തുന്നിയിട്ടുണ്ട് കേട്ടോ, സൂചി നൂലോട്ട് തുന്നിയിട്ടൊരു ചെയ്യലുണ്ട്. ഞാനിവിടെ വി കട്ടാണ് ചെയ്തിട്ടുള്ളത്, കാണാല്ലേ. കറക്റ്റായിട്ട് ഓരോ വി ഷേപ്പിലാണ് തുന്നിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഭാഗം കുളത്താനുള്ള ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ 2 തുണി ഇതുപോലെ മുകളിലോട്ട് വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വലിയ സ്റ്റിച്ചിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിയ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യണം കേട്ടോ. അത് ഏറ്റവും വലിയ പോയിന്റിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെന്താ ചോദിച്ചാൽ നമുക്ക് ഷേപ്പൊക്കെ ഇടാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിതാ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 11 ഇഞ്ച് വരെയാണ് ഹിപ്പ് ലെങ്ത്ത് നമുക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാം. ഹിപ്പ് ലെങ്ത്ത് കറക്റ്റായിട്ട് 11 ഇഞ്ച്. അത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് ഇനി ഇറങ്ങും കേട്ടോ. നമുക്ക് വള്ളി ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ വള്ളി 2 സൈഡിൽ അത് ഫ്രണ്ടിലത്തെ തുണിയിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ബാക്കത്തെ തുണിയിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത് നമ്മളെ ഇഷ്ടമാണ് ഏത് പോർഷനിൽ വെച്ച് കൊടുക്കണം എന്നുള്ളത്. ഇതുപോലെ ഞാൻ ബാക്കിൽ 2 ഭാഗത്തും ആ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ വള്ളി അതിൽ ജോയിൻ്റ് ആയിട്ടുണ്ട്, കാണാമല്ലേ. ഇനി നമുക്ക് പഴയ ഡ്രസ്സുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുമിച്ചിട്ട് നല്ല സൈഡ് ഒരുമിപ്പിച്ച് വെച്ച ശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഷോൾഡർ ഒരുമിപ്പിച്ച് വെച്ച ശേഷം ഞാൻ ഈ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തും കൈക്കുഴിയാണ് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ കഴുത്തിൻ്റെ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് തുന്നഴിച്ച് കൊടുക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യലൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. കുറച്ച് എന്താ പറയുക, ആ ഒരു ഭാഗം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ട് ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. നൈറ്റീസ് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള നൈറ്റീസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഉടുപ്പാൾ, കോട്ടൺ ടോപ്പാൾ, വലിയ ആൾക്കാർക്കുള്ള ടോപ്പ്, ചുരിദാർ ടോപ്പ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. അപ്പം ഞാൻ നൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യൽ, ഉടുപ്പ് ഡബിൾ ലെയർ ഉടുപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യൽ ഒക്കെ കാണിക്കാം. ഇപ്പം നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ പോർഷന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക, ബാക്ക് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്രോസ് പീസ് ഒന്ന് മടക്കി വെച്ച്
ഒരു മടക്ക് അതുപോലെ മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു മടക്കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സാധാ കഴുത്ത് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യൽ അതേപോലെ തന്നെ നമ്മൾ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 മടക്ക് മടക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കിയ ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഉപയോഗിച്ച് നൈറ്റി ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, കോട്ടൺ ആയതുകൊണ്ട്. ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ്, 2 കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. കൈക്കുഴിൻ്റെ ഭാഗത്ത് നമ്മളിതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരുമിപ്പിച്ച ക്രോസ് പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ 2 ക്രോസ് പീസാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കൈക്കുഴിൻ്റെ പോർഷനും നമ്മളിതതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ കഴുത്തിൻ്റെ പൈപ്പിങ് നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ കൈയിൻ്റെ പൈപ്പിങ്ങും നല്ല സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പൈപ്പിംഗ് പറയണ ഈ ക്രോസ് പീസ് വെച്ചിട്ടില്ല ചെയ്യലാണ് കേട്ടോ. ക്രോസ് പീസ് നല്ല സൈഡിലോട്ട് വെച്ചാലും ഭംഗിയാണ്, ബാക്ക് സൈഡിലോട്ട് ഇട്ട് തിരിച്ചടിച്ചാലും ഒക്കെ ഭംഗിയാണ്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ 1 സൈഡ് കൈക്കുഴി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി മറ്റേ സൈഡും കൂടെ. ഇനി ഷോൾഡറിൻ്റെ അളവ് നോക്കിക്കൊള്ളട്ടോ. കാരണം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 2 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ കുട്ടികളായതുകൊണ്ട് 2 ഇഞ്ച് തന്നെ ഒരുപാടാണ് കേട്ടോ. ഷോൾഡർ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ മറ്റേ ഭാഗം കൂടി നമ്മൾ കൈക്കുഴിൻ്റെ പോർഷൻ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക, മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഫുൾ റൗണ്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം മുകളിലത്തെ ഒരു പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ അറിയോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസ് മുന്നത്തെ ഒരു പീസുമ്പോൾ കുറച്ച് നെറിട്ട് കൊടുക്കുക, അതേപോലെ ബാക്കിലത്തെ പീസുമ്പോൾ കുറച്ച് നെറിട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഭാഗവും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് 3 പീസായതുകൊണ്ട് അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് നിർത്തി വെച്ചിട്ടാണ് കേട്ടോ ഫുള്ള് നെറിട്ട് കൊടുക്കുക. കറക്റ്റ് അളവ് പോയിൻ്റ് ചെയ്ത് വെക്കുക. ചെസ്റ്റിൻ്റെ ഭാഗം 6.5 + 6.5 13 ഇഞ്ച്. അതുപോലെ വയറിൻ്റെ ഭാഗത്തേക്ക് 6 + 6 12 ഇഞ്ച്. അങ്ങനെ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ താഴത്ത് മുകളിൽ നമുക്ക് നെറിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്ത ശേഷം 2 സൈഡ് സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ അതിന് 2 പീസേ പാടുള്ളൂ. ഇവിടെ നമുക്ക് 3 പീസ് വരുന്നുണ്ട് താഴത്ത് നെറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സൈഡ് മുകളിലത്തെ ടോപ്പിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമില്ല തയ്യൽ തുമ്പ് ബാലൻസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ഒരു സൈഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റ് ഓരോ ഭാഗങ്ങൾ പോയിന്റ് നോക്കിയിട്ട് ആ 12 ഇഞ്ച് വയറിൻ്റെ ഭാഗം നമ്മൾ 12 ഇഞ്ചാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 12 ഇഞ്ച് കറക്റ്റ് പോയിന്റ് നോക്കുക. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഉണ്ട് ചോക്കോട്ടൊന്ന് വരച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ അതിനുശേഷം നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫുൾ പോയിന്റ് വരുന്നത് 24 ഇഞ്ചാണ്. 12ഉം 12ഉം 24 ഇഞ്ച്. അത് നമ്മൾ ഇതുപോലെ 1 സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ നിവർത്തി വെച്ചിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല കേട്ടോ. കാരണം ആ 12 12 24 26 എത്തും. കാരണം എന്താ വെച്ചാൽ ഇതൊരു എലാസ്റ്റിക് ടൈപ്പാണ് ഈ തുണി വരുന്നത്. അപ്പോൾ അളവെടുക്കുമ്പോൾ ഞാനത് അതിൻ്റെ ചേഞ്ചുകൾ കാണിച്ചു തരാം. ഇതുപോലെ ആ 3 പീസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഒറ്റ തുണിയാക്കിയിട്ട് മാറ്റിയാണ് സ്റ്റിച്ച് ചെയ്തിട്ട്. എപ്പോഴും ഈ 2 സ്റ്റിച്ച് ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മളിതാ ഒരു പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പീസും കൂടി ഇതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ആ 3 പീസും ഒരു പീസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മളിതിൽ നെറിട്ട് കൊടുക്കുകയാണ്. ആ നെറിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതാ ഈ ടോപ്പിൻ്റെ അളവ് നോക്കി നോക്കിക്കോളൂ. നമ്മൾ കട്ട് ചെയ്ത് അവിടെ തൊട്ടിട്ട് ഈ സൈഡ് വരെ 24 ഇഞ്ചേ പാടുള്ളൂ. പക്ഷേ ഇത് 25 ഇഞ്ചോളം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു തുണി ഒരു വലിവ് വരുന്നുണ്ട്, ഒരു ഇലാസ്റ്റിക് ടൈപ്പ്, ഒരു പിടിച്ച് വലിക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ ഒരു വലിവ് വരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ഇതങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് 24 ഇഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ വലിച്ച് പിടിച്ചിട്ട് നോക്കുമ്പോൾ എന്താ അറിയോ, ഇങ്ങനെ നീളുന്നുണ്ട്, തുണി നീളുന്നുണ്ട്. 1.5 ഇഞ്ച് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുൾ പോർഷൻ ഇതുപോലെ നെറിയിട്ട് കൊടുക്കുകയാണ്. ഫുള്ള് നെറിയിട്ട് കൊടുക്കുക. ഒരു ഏകദേശം കണക്കിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുട്ടികളെ പെറ്റിക്കോട്ടല്ലേ. അപ്പോൾ നെറി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടൊന്നും പ്രശ്നമില്ല. നമ്മളിതുപോലെ ഫുള്ളായിട്ടൊന്ന് നെറിയിട്ട് കൊടുക്കുക. നെറിയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേപ്പ് എടുത്തിട്ട് അളവ് നോക്കി നോക്കുക. ഇനി എത്ര നെറി വേണം, അതിന് തുണി ബാലൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ഫുൾ നെറിയിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് നമ്മൾ വീണ്ടും നെറിട്ട് വെക്കുക. ഇതിൻ്റെ നെറിടൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്രയും പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് ആ ഒരു അളവ് കിട്ടും എന്നുള്ളത്. കാണാല്ലേ, ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നെറിട്ട് നോക്കും. ശരിക്കും ശ്രദ്ധിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അളവെടുത്ത് നോക്കും. കണ്ടോ, ഇതുപോലെ അളവ് നോക്കി നോക്കും. ഇപ്പോൾ 17 ഇഞ്ചായി. ഇനി നമുക്കാകെ കുറച്ചും കൂടെ മതി. കണ്ടോ, ഇതുപോലെ നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് അങ്ങനെ അളവെടുത്തിട്ടും കാര്യമില്ല, തെറ്റും. ഇവിടെ എനിക്ക് 24 ഇഞ്ച് വേണ്ട 23 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും അളവെടുത്തിട്ട് എന്തായി, അളവ് തെറ്റിപ്പോയി. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ നെറി ഇട്ടതില്ലേ, ഒന്ന് ജസ്റ്റ് തുന്നഴിച്ചിട്ട് ഒന്ന് നമ്മൾ നെറി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കമ്മിയായി കഴിഞ്ഞാൽ അങ്ങനെയാണ്, കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കമ്മിയായി കഴിഞ്ഞാൽ നമ്മളിത് അതുപോലെ നെറി അഴിച്ചിട്ട് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നെറിയിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ അളവെടുത്ത് വെക്കുക. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വീണ്ടും കമ്മിയാണ് എന്നുള്ളത്. ഒപ്പിക്കുക, 24 ഇഞ്ച് ഒപ്പിക്കാൻ തന്നെ ഉള്ളൂ, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് നല്ല സൈഡിലോട്ട് നെറിയുള്ള ഭാഗം കണ്ടോ, ഇതൊരു എലാസ്റ്റിക് ടൈപ്പ് ഒരു വലിവ് വരുന്നുണ്ട് ആ തുണിക്ക്. നല്ല ഭാഗം ഇതുപോലെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം നമ്മൾ ഫുൾ പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുപ്പായം അടിഭാഗത്തെ ഒരു പാവാട പോലത്തെ നെറിയിട്ടിട്ടുള്ള ഭാഗം കൂടി ഒരുമിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് സെക്കൻഡ് സ്റ്റിച്ച് ഇത് കൊടുക്കാനുള്ളതാണ്, ഒരു ടീമിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ട് സെറ്റാണ്. നമുക്കിത് നല്ല സൈഡിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടെ ജോയിൻ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് മടക്കിയെടുക്കാനും. നല്ല ഭംഗിയിലെ കോട്ടൻ്റെ ഒരു ഉടുപ്പ് എന്ന് പറയുന്നതിന് വീട്ടിലൊക്കെ കുട്ടികൾക്ക്, അതുപോലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മളെ ബാലവാടിക്കൊക്കെ പോണ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും. അങ്ങനത്തെ കോട്ടൻ്റെ കുറച്ച് നൈറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടുപ്പൊക്കെ അടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാവും. ബാക്കിൽ കെട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സുന്ദരികളാവും. അപ്പോൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ഇതുപോലെ മാക്സികൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. നല്ല ഭംഗിയില്ല കുഞ്ഞു ഉടുപ്പാൾ, കുഞ്ഞു ടോപ്പാൾ. കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് വരുന്ന കോഡ് സെറ്റ് വരെ അടിക്കാം കേട്ടോ. അപ്പോൾ ആരും വെറുതെ നൈറ്റ് വേസ്റ്റ് ചെയ്ത് കളയരുത്. എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കാണണം, ഇത്ര ഏജിലുള്ള കുട്ടികളെ സ്റ്റിച്ച് ചെയ്ത് കോഡ് സെറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാണാൻ താല്പര്യമുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഒരുവിധ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും പറയണം, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഡൗട്ട്സുകളൊക്കെ മെസ്സേജ് വഴി അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു പെറ്റിക്കോട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ അടിഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി ഇത് നമുക്കൊന്ന് നല്ല സൈഡിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ അതാ ഫുൾ റൗണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നൂലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിലൊരു കുട്ടി ഉടുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോട്ടൻ്റെ നല്ല ഭംഗിയിലൊരു ഉടുപ്പ്. ഈ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതാ ഈ ഒരു പോർഷൻ നമ്മളിതാ നൂല് അഴിച്ചെടുക്കുക, ഫുള്ളായിട്ട് നൂല് അഴിച്ചെടുക്കുക. ഇപ്പോൾ കാണാമല്ലോ അവിടെ ഫുൾ ഓപ്പൺ ആണ്. ഇനി നമുക്ക് അവിടെ കുളത്ത് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇടാനും അഴിക്കാനൊക്കെ നല്ല സുഖമാവും. സിബ്ബാന്നുണ്ടെങ്കിലും കുളത്താന്നുണ്ടെങ്കിലും ഒക്കെ
വെച്ച് കൊടുക്കണത് നല്ലതാണ്. കുട്ടികൾക്ക് ഇടുമ്പോൾ ഒന്നുകൂടെ കംഫർട്ടബിൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കേ.